11 മണി ഇതിൻ്റെ ഒരു എക്സസൈസ് ആയിട്ടാണ്. എക്സസൈസ് 11 മണിക്കാണ് ഞാൻ നിലവിളക്ക് കത്തിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം കത്തിക്കേണ്ടത് എങ്ങോട്ടുള്ള തിരിയായിരിക്കണം? സമയം 11 AM, രാത്രിയല്ല പറഞ്ഞത്, കിഴക്കോട്ടുള്ളത് ഒരു 2 മണിക്കാണെങ്കിലോ 2 PM പടിഞ്ഞാറോട്ട്. അതായത് മധ്യാഹ്നത്തിന് മുമ്പ് അല്ലേ? പ്രഭാത സന്ധ്യ, മധ്യാഹ്നം, സായം സന്ധ്യ. ഇതൊക്കെ പിള്ളേർക്ക് പഠിക്കാൻ ഈ അധ്യയന പഠന കേന്ദ്രം വേണം കേട്ടോ. അത് പറഞ്ഞാൽ ശ്രമം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതിന് മധ്യമാണ് മധ്യാഹ്നം എന്ന് പറയുന്നത്. ആ മധ്യാഹ്നത്തിന് തൊട്ട് മുമ്പ് പ്രഭാത സന്ധ്യക്ക് അതിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള സമയം മുഴുവൻ തെളിക്കേണ്ട തിരി എന്ന് പറയുന്നത് കിഴക്കോട്ടുള്ളതാണ്. മധ്യാഹ്നം മുതൽ സായം സന്ധ്യ വരെയുള്ള ആ സമയത്തുള്ള ആ സമയം നമ്മൾ തിരി കത്തിക്കേണ്ടത് പടിഞ്ഞാറോട്ടുള്ള തിരി. എന്താ കാരണം? ആരെയോ ഒരാളിന് നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, സൂര്യനെ മാത്രം മതി. നമ്മൾ ഭഗവാന് തുല്യമായി കാണുന്ന സൂര്യഭഗവാനെയാണ് നമ്മൾ പ്രധാനമായിട്ടും പരിഗണിക്കേണ്ടത്. അങ്ങനെ പരിഗണിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ സാധാരണ വൈകുന്നേരത്തായിരിക്കും. ചിലർ രാവിലെ കത്തിക്കുന്നവരുണ്ട്. രാവിലെ എഴുന്നേറ്റ് നല്ല വിളക്കൊക്കെ തേച്ച് വൃത്തിയാക്കി കൊണ്ടുവച്ച് രാവിലെ വിളക്ക് കത്തിക്കുന്നവരും ഉണ്ട്. വൈകുന്നേരത്ത് കത്തിക്കുന്നവരാണ് കൂടുതൽ. അപ്പൊ രാവിലെയും വൈകുന്നേരത്തും കത്തിച്ചാൽ തീർച്ചയായിട്ടും തിരിയുണ്ട്, എണ്ണയുണ്ടെങ്കിൽ കൃത്യമായിട്ട് കത്തുന്നതിന് പ്രശ്നമില്ല. നിങ്ങൾ എന്നിപ്പോ ആദ്യം രാവിലെ പടിഞ്ഞാറോട്ടുള്ളതാണ് കത്തിക്കാൻ കത്തും, ഒരു പ്രശ്നമില്ല, അത് കത്താതൊന്നും ഇരിക്കത്തില്ല കേട്ടാ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് കിഴക്ക്, വൈകുന്നേരത്താണെങ്കിൽ പടിഞ്ഞാറ്. അല്ല, നമ്മുടെ ഇതും നോക്കിയല്ല, നമ്മുടെ വാക്ക് നോക്കി കത്തിക്കുന്ന ചില ആളുകളുണ്ട് അല്ലേ? ഇപ്പൊ തന്നെ ഈ ആഡംബര വിളക്കാണെങ്കിലും കുറെ കൂടുതൽ തിരികളുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മളൊരു വിളക്കായിട്ട് സങ്കല്പിക്കാതെ ഇവിടെ കത്തിച്ചാലും മതി. കത്തിച്ചു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കത്തി വരുന്നത്. ക്ലോക്ക് വൈസ് ഇങ്ങനെ കറങ്ങി തിരികൾ കത്തിച്ചു വരണം. അത് നമ്മൾ ശീലിക്കേണ്ടതാണ്. ചില വലിയ ചടങ്ങുകളിൽ സാംസ്കാരിക ചില ഈ പ്രഭാഷണം നടക്കുന്ന ചില എന്താണ് ഈ ആത്മീയ പ്രഭാഷണം നടക്കുന്ന ചില വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയാണ്. നാരായണീയ വേദികളിലൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനോട് അപ്പൊ ഇത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, പെട്ടെന്ന് തീർക്കാം. അപ്പൊ വിളക്ക് ഇങ്ങനെ കത്തിച്ചു.